ആ ഒരു പ്രാർത്ഥന ചെയ്താൽ ജീവിതത്തിലുള്ള സകല ദോഷങ്ങളിൽ നിന്നുള്ള സംകഷ്ട ചതുർത്ഥി വ്രതമെടുത്താൽ വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരുവേ ദേവ സർവകാര്യേഷു സർവദാം. നമസ്കാരം. ഞാൻ പാച്ചമംഗലം ഗോവിന്ദൻ നമ്പൂതിരി. കഴിഞ്ഞ 18 വർഷമായി ശ്രീകണ്ഠേശ്വരം അരശുമൂട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഞാൻ സേവ ചെയ്യുന്നത്. ഈ കാലയളവിനുള്ളിൽ അവിടെ വരുന്ന നിരവധി ഭക്തന്മാരുടെ പ്രയാസങ്ങൾ, അത് വിദ്യാഭ്യാസത്തിനായാലും ജോലിക്കായാലും വിവാഹത്തിനായാലും സന്താന ലബ്ധിക്കായാലും എല്ലാം ആ ഭഗവാൻ നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ വിഘ്നേശ്വരനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഗാണഭത്യം എന്നാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകൾ വേറെയുമുണ്ട്. ഇത് എൻ്റെ യശശരീരനായ ജ്യേഷ്ഠ സഹോദരൻ മുൻ ബദ്രിനാഥ റാവുജിയുമായിരുന്ന ശ്രീധരൻ നമ്പൂതിരിയുടെ ഒരു ആഗ്രഹവുമായിരുന്നു. ഞാൻ ഇപ്പോൾ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ജൂൺ 25 വരുന്ന ചതുർത്ഥിയെപ്പറ്റി 4 വാക്ക് പറയാൻ ആണ്. ചതുർത്ഥിക്കുള്ള പ്രാധാന്യം കൃഷ്ണപക്ഷത്തിലെ 4-ാം ദിനം ചൊവ്വാഴ്ച. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വർഷത്തിൽ ചിലപ്പോൾ മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ. ഇതിനെ സങ്കടഹര ചതുർത്ഥി എന്നും സംകഷ്ട ചതുർത്ഥി എന്നും അങ്കാരക ചതുർത്ഥി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ചൊവ്വാഴ്ച വരുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. സംകഷ്ട ചതുർത്ഥി വ്രതമെടുത്താൽ നമുക്ക് എന്താണോ ആവശ്യം അതാ ഭഗവാൻ നിറവേറ്റി തരിക തന്നെ ചെയ്യും. ഭക്തിയോടെ ചെയ്യണം എന്ന് മാത്രം. വിദ്യക്കായാലും തൊഴിലിനായാലും സന്താന ഭാഗ്യത്തിനായാലും ഈ വ്രതം വളരെ നല്ലതാണ്. ഈ വ്രതം എങ്ങനെ എടുക്കും എന്ന് വെച്ചാൽ ഉപവാസമായിട്ടെടുക്കാം. ഒരു ദിവസം മുഴുവനായും ജലപാനമില്ലാതെ അനുഷ്ഠിക്കാം. നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ ചേരുന്നത് അത് പ്രകാരം വ്രതമെടുത്താൽ മതി. ഒരു നേരം ആഹാരം കഴിച്ച് ചെയ്യുന്നതാൽ അങ്ങനെയായാലും ഉത്തമം തന്നെ. വൈകുന്നേരം ചന്ദ്രദർശനത്തിന് ശേഷം വ്രതം പരിസമാപ്തിയിലെത്തിക്കാം. ഇതൊന്നും പറ്റാത്തവർക്ക് അടുത്തുള്ള മഹാഗണപതി ക്ഷേത്രത്തിൽ പോയി ആ ദീപാരാധനയിലൊക്കെ പങ്കെടുത്ത് ചന്ദ്രദർശനമൊക്കെ കഴിഞ്ഞ് സുഖമായിരിക്കാം. പൂജാസമയത്ത് സഹസ്രനാമമോ ഇഷ്ടപ്പെട്ട സ്തുതികളോ എന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ മൂലമന്ത്രങ്ങളിൽ നിങ്ങൾക്ക് 108 ജപിക്കാം. സംകഷ്ട ചതുർത്ഥി എന്ന് പറഞ്ഞാൽ ദുഷ്കരമായ സമയങ്ങളിലുള്ള മോചനം എന്നാണ് അർത്ഥം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിലുള്ള സകല ദോഷങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഈ സംകഷ്ട ചതുർത്ഥി എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്ത് പരിപാടി ചെയ്താലും എന്ത് പ്രാർത്ഥന ചെയ്താലും നാം മനസ്സിലാക്കേണ്ടത് അത് അത്രമേൽ സമർപ്പണമാവണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഗുണം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ സേവ ചെയ്യുന്ന അരശുമൂട് ഗണപതി ക്ഷേത്രത്തിൽ 2 ചതുർത്ഥി ദിവസങ്ങളിലും പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. അന്ന് ഭഗവാനി അഭിഷേകം, ഗണപതി ഹോമം, മറ്റ് പൂജകൾ. വൈകുന്നേരം വളരെ വിശേഷപ്പെട്ട അപ്പം മൂടൽ എന്ന ചടങ്ങും ചെയ്യുന്നുണ്ട്. എന്ത് കാര്യസാധ്യത്തിനായാലും ആ ഒരു പ്രാർത്ഥന ചെയ്താൽ, അപ്പം മൂടൽ, മോദം മൂടൽ തുടങ്ങിയ പ്രാർത്ഥന ചെയ്താൽ ആ ഒരു നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഫലം കണ്ടുവരുന്നുണ്ട്. ഇത് വെറുതെ ഒരു പരസ്യത്തിന് വേണ്ടി പറയുകയല്ല.
എൻ്റെ അനുഭവം തന്നെ അതാണ്. എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര ദർശനം നടത്തി ആ ഭഗവാന്റെ കൃപയിൽ സമ്പന്നരാകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഗാണപത്യം എന്ന യൂട്യൂബ് ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തുറന്നു വരുന്ന ദിവസങ്ങളിൽ ജ്യോതിഷം, ന്യൂമറോളജി, ടാരറ്റ് കാർഡ്സ്, മറ്റ് പൂജാ സമ്പ്രദായങ്ങൾ, പരിഹാര നിർദ്ദേശങ്ങൾ കൈകാര്യം ചെയ്യാനാണ്.